കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് അതാത് ദിവസത്തെ വില നിലവാരം വരും. അദ്ദേഹം തുറന്നു നോക്കുന്നുണ്ടാവില്ല. തുറന്നു നോക്കിയിരുന്നെങ്കിൽ ഇടപെട്ടേനെ. അത്ര വലിയ വിലക്കയറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇടപെടേണ്ട, മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അത് പറ്റുന്നില്ല. അവർക്ക് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് കോടികളാണ്. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, പുറത്തേക്ക് എഴുതി തരും. കാരണം മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. കാരുണ്യ പദ്ധതി നിലച്ചു. ഹൃദ്യം നമ്മുടെ കാലത്ത് ഇതേ ശ്രീ ശിവകുമാർ ഇവിടെയുണ്ട്. ഹൃദ്യം പദ്ധതി, കാരുണ്യ ബെനവലന്റ് പദ്ധതി, മിഠായി, എത്ര പദ്ധതികളാണ്. ആരോഗ്യ കിരണം, ആശ്വാസ കിരണം പദ്ധതി തുടങ്ങി പാവങ്ങളെയും സാധാരണക്കാരെയും സഹായിക്കാൻ ഉതകുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ കാലത്ത് ആരംഭിച്ച് എല്ലാം വഴി കിടക്കുക. എല്ലാം, ഏകദേശം എല്ലാം കുടിശ്ശികയോട് കുടിശ്ശികയാണ്.